എന്നും സ്തുതി നിൻ കനിവേനു കനിവേറും രക്ഷകനേ. എത്ര നിറഞ്ഞെങ്ങും കാണുന്നോ നിന്ദാനം നിന്നുയരോടുണ്ടായ കോപം നിലവിളിയാലെ ഏകിയല്ലോ. നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്റെ ഏകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാലാഗതനാം വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയനും ദൈവജനത്രീ കന്യകയാം മറിയാമീന്നും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാമശീഹ നിജമൃതിയാഹിമർത്തൻ മൃതിയെ മേദീശു വിഹരിച്ചോരെ അപരിപാവനത് ത്വൈക സുവിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട്
പരിശുദ്ധ ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാറയ്ക്കുമോ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്നും ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളഞ്ഞവനായ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധനം വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൈക്കൊണ്ട് നിങ്ങൾ ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ കൂടെ വന്ന് അവനെ യാത്ര അയച്ചു. ഹബീബായി പാറയ്ക്കുമോ നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലുമാതൂതൻ താരേക്കും സഭയും ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിക്കൂ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും മഹായി പാറയ്ക്കുമോ ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. ഹായ് പാറയ്ക്കുമോ
കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിന് നാം കേൾക്കണം. നിങ്ങളെല്ലാവർക്കും സമാധാനം. അവിടുത്തെ ആത്മാവിനോടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവനിന്റെ ക്ഷയം പ്രഘോഷിക്കുന്ന പുസ്തകമായ വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്ന പ്രകാരം ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. അറിയാമെന്ന മനുഷ്യനായി തീർന്ന ദൈവവും ജീവന്റെ വചനവും നമ്മുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യജമാനൻ തന്റെ വീട്ടുകാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തുകയും തന്റെ ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് നിയോഗിക്കുകയും ചെയ്ത വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരാകുന്നു. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാനാകുന്നു. അവൻ ആ ദാസനെ തനിക്കുള്ള സകലത്തിനും അധികാരിയായി നിയോഗിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ദുഷ്ടദാസനാകട്ടെ യജമാനൻ വൈകിയേ വരൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് കൂട്ടുദാസന്മാരെ വർദ്ധിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങുന്നു. ആ ദാസൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും നിലച്ചരിക്കാത്ത നാഴികയിലും യജമാനൻ വരും. അവൻ ആ ദാസനെ ഛേദിച്ച് കളയുകയും അവൻ്റെ ഓഹരി കപടനാട്യക്കാരുടെ കൂടെ ആയിത്തീരുകയും ചെയ്യും. അവിടെ ആകട്ടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ശൈനോസ്ലോൽക്കുൽഖൂൻ. കരുണാബ്ദേ മഷിഹാനാദ തിരുരക്തത്താൽ വാങ്ങിയ സഭയിൽ ശ്രേഷ്ഠാചാര്യൻ സ്മൃതിധന്യം ഈ വാണിയോസിൻ പെരുനാൾ പ്രാർത്ഥനയും സംഗീതപ്പെട്ടോർക്കെല്ലാം വാഴ്വിൻ ഞാകട്ടെ തൽ പ്രാർത്ഥന ഞങ്ങൾ കവലംബം തൻ ബഹുമാനം വർദ്ധിച്ചിടാൻ കഷ്ടത ഞങ്ങൾക്കില്ലാതാകണമേ കർത്താവേ. ആമേൻ. ബാറക്കുമോർ സോമൻ കാലോ എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും സഹായവും യാചിക്കണം. സ്തോത്രവും പുകഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാതെ ആദരവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. അനാദിയിൽ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുകയും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ വചനരൂപം പ്രാപിക്കുകയും അതിൻ്റെ സൃഷ്ടി നിർവഹിക്കുകയും കാലത്തികവിൽ മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും ബേത്ലഹേം ഓഫർത്തായിൽ മനുഷ്യരക്ഷയ്ക്കായി ജനിക്കുകയും യോർദാനിൽ വെച്ച് പിതാവ് സാക്ഷ്യപ്പെടുത്തുകയും ദൈവരാജ്യത്തിന് സുവിശേഷം അറിയിക്കുകയും ഗോകുൽത്തായിൽ സകല സൃഷ്ടിയുടെയും രക്ഷയ്ക്കായി യാഗമായി തീരുകയും പാതാളത്തിലിറങ്ങി അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് പരേതരെ മോചിപ്പിക്കുകയും ഉയർത്തെഴുന്നേറ്റ് സകല മരിച്ചവർക്കും പുനരുത്ഥാന പ്രത്യാശ നൽകി രക്ഷാപദ്ധതി പൂർത്തിയാക്കുകയും ചെയ്ത പുത്രൻ തമ്പുരാനേ നിനക്ക് സ്തുതിയും. നിന്റെ മനുഷ്യാവതാരത്തിൻ്റെയും സൃഷ്ടിയുടെ വീണ്ടെടുപ്പിൻ്റെയും അനുസ്മരണ നിർവഹിച്ച് പിതാവാം ദൈവത്തിൻ്റെ ആരാധന അണയ്ക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനം ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സോധായ ബാറയ്ക്കുമോർ അനുഗ്രഹിക്കുന്ന ഭർത്താവിനും ഭാഗ്യം ഉണ്ണു നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളും ഭാഗ്യം ഭയങ്കരമായ വിശുദ്ധ കുർബാനയോടും ഭാഗ്യം വന്യപിതാവിൻ്റെ കളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു.
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനും കറകൾ തുളച്ച് നീക്കിയവയെ വിസ്മരിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ നിന്റെ മഹാകരുണയാൽ അസംഖ്യങ്ങളായ എൻ്റെ കഠിനപാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾ നീ പൊറുക്കണമേ. ഉത്തമനെ, നിന്റെ കൃപയാൽ ഞങ്ങളോട് തോന്നണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ വിസ്മരിക്കരുതേ. ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരീ സഹോദരന്മാരെയും നേതാക്കന്മാരെയും മൽപ്പാന്മാരെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ വിശ്വാസികളായ നിര്യാണം പ്രാപിച്ച സകലരെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ സ്വസ്ഥത നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്നവനെ മഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ നമശികാതം വരാനേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പരേതർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നു ചേരണമേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അനുകമ്പാപൂർവ്വം ശ്രവിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകല ശിക്ഷകളും ഞങ്ങൾ നിന്ന് പിൻവലിക്കണമേ. കർത്താവേ, കോപവടികളെ കാരുണ്യപൂർവ്വം ഞങ്ങൾ തടഞ്ഞു നീക്കിക്കളയണമേ. സമാധാനം ഉണ്ടാക്കുന്നവർക്ക് നീ നൽകുന്ന ഭാഗ്യകരമായ അനുഭവത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്കിഷ്ടവും പ്രസാദകരവുമായ ക്രിസ്തീയ പരിപൂർണത സൗജന്യമായി ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ സത്യത്തിൻ്റെ പ്രധാനാചാര്യനും പാപപരിഹാര ബലിയും തൻ്റെ പീഡാനുഭവങ്ങളാൽ ഭിന്നിച്ചിരുന്ന മനുഷ്യവംശത്തെ തന്നെ ലേഖമാക്കി പിതാവിനോട് രമ്യമാക്കി അനുരഞ്ജനത്തിൻ്റെ ധൂപകലശവുമാകുന്ന പുത്രൻ തമ്പുരാനെ, നിനക്ക് സ്തോത്രം. തിരുമുമ്പാകെ നിന്നുകൊണ്ട് നിന്നെ ആരാധിക്കുകയും നിന്റെ കർത്തൃത്വത്തെ ഉണങ്ങുകയും നീ നൽകുന്ന രക്ഷയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ഞങ്ങളെ നീ ദയാപൂർവം വീക്ഷിക്കണമേ. നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾ പൊറുക്കണമേ. അവരുടെ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. പാപങ്ങൾ വിസ്മരിക്കണമേ. നിന്റെ ജനത്തെ വിവേകമുള്ള ആരാധവൃന്ദമായി പരിവർത്തിപ്പിക്കണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കണമേ. പിരിഞ്ഞുപോയവരെ കൂട്ടിച്ചേർക്കണമേ. കോപിച്ചിരിക്കുന്നവരെ ശാന്തരാക്കണമേ. കലഹങ്ങളെ ശമിപ്പിക്കണമേ. ആചാര്യത്വത്തെ മഹത്വീകരിക്കണമേ. കൗതാശി കൂട്ടായ്മയെ നിന്റെ സാക്ഷ്യ സമൂഹമാക്കി തീർക്കണമേ. തിരുശരീര രക്തങ്ങളുടെ ആഘോഷത്തിന് അവയുടെ അനുഭവം നൽകുന്ന സന്തോഷത്തിനും ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കണമേ. ഞങ്ങളുടെ നിദ്ര കൊണ്ടവർ നിത്യതയിൽ ആനന്ദിക്കുവാനിടയാകണമേ. അവരുടെ കുറവുകൾ പരിഹരിച്ച് നിന്നോടൊരുമിച്ചുള്ള നിത്യഭാഗ്യത്തിന് അവരെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ഒന്നിനായ നിന്റെ റൂഹാക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും സമാധാനം. بترايخون الملول والمين آمين بمركاديش أبوكاديشون آمين بروكاديشون دم خانات لفرمدهان طيام ديكات هويس مسراها من لم يشوصان لم يشوصون دابوهن داهن ودرابونا إن ودمالفونا إن وداني دي كل غناني لمهاين يلدي دي توكادستون
بطرائكم الملمولم والمين ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെയും പിതാവും ജനിച്ചവനും പ്രകാശിച്ചുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സാഗ്രഹാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ സ്ത്രീയാവുന്ന ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ വാക്കുകളുടെ ഭാഗത്തുനിന്ന് ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിക്കാൻ തന്റെ വലിയ മുഖത്തോടുകൂടി പരിപാലിക്കുന്നവൻ തന്റെ രാജ്യത്തിനവസാനമില്ലാത്തവനുമായ ഞങ്ങളെ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ദിവ്യമായ സ്നേഹമാരും മാനസികമായ ജീവിതമായ സൈനികവുമായ പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമുള്ള നിങ്ങളിലേക്ക് വന്ന് മനുഷ്യരുടെ ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ ഓർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ ഓജിക്കും നാഴികയിതുദാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. പ്രിയരേതു കരുണയുടെയും അലിവിന്റെയും സമയം താ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ. ബാറയ്ക്കുമോർ സോമൻ കാലോസ് അനാദ്യന്തനമായ പിതാവാം ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നുവല്ലോ. പരിശുദ്ധ സഭയിൽ നിന്റെ സമാധാനം നിലനിർത്തണമേ. കൃപയോടെ ലോകത്തെ കാത്ത് പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമാർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാം
കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും നാം തലവനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. തിരുമുമ്പാകെ തലമുണക്കി നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമാകുന്ന ഞങ്ങളുടെ മേൽ അനുഗ്രഹപൂർണമായ നിന്റെ വലത് തർക്കരം ആവസിപ്പിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. നിനക്ക് നിന്റെ ഏകജാതിന് നിന്റെ പരിശുദ്ധ റൂഹാക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിന്റെ ഇടവകയുടെ ലംഘനങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുവാനായി ആത്മീക ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികൾ വന്നുപോയതായ കുറവുകളും ദോഷങ്ങളും നീ ക്ഷമിച്ച് ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിന് നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും പിതാവിൻ്റെ കളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണിക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് പുത്രൻ തമ്പുരാനുഭവിഷ്ടനായിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ വിചാരങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭക്തികളോട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. മാലാഖമാരും ഋഷിമാലാഖമാരും ക്രോബേന്മാരും ശ്രോഫന്മാരും മൗദ്ബേന്മാരും മൊറാവോസന്മാരുമായ ദർശരും അസംഖ്യരുമായ സ്വർഗീയ സേനകൾ നിലയ്ക്കാത്ത ആർപ്പുകളോടും അവർണ്ണനീയ രാഗങ്ങളോടും കൂടെ സ്തുതിഗാനങ്ങൾ ആലപിച്ച് മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് ആരാധിക്കാം. സഖീൻ മുഖോയെന്നുമറേ ആകാശവും ഭൂമിയും പ്രചരിക്കുന്ന പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാടികളും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ സ്നേഹം മൂലം ശരീരം ധരിക്കുകയും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം മനസ്സോടെ ശരീരത്തിൽ പീഡ അനുഭവിക്കുകയും ചെയ്ത പുത്രൻ തമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ തൃക്കരങ്ങൾ ഒപ്പമെടുത്തു. പിതാവാം ദൈവമേ, നിന്നെ സ്തോത്രം ചെയ്തത് വാഴ്ത്തി പാറേ ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയവരോട് പ്രകാരം അരുൾ ചെയ്തു. നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പിനത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്നു എൻ്റെ ശരീരം. അതേപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും കലർത്തി ഉണ്ടാക്കിയതായ കാസായന്ത്രക്കരങ്ങൾ ഉയർത്തി പിതാവാം ദൈവമേ, നിന്നെ കാണിച്ചു വാഴ്ത്തി പറേ ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇപ്രകാരം അരുൾ ചെയ്തു.
കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി ചൊരിയപ്പെടുന്നതായ എൻ്റെ രക്തം നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവിൻ. രഹസ്യങ്ങൾ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അനുസ്മരിക്കുവിൻ എന്ന് കർത്താവ് അവരോട് അരുളി ചെയ്തു. അദാമോദോസേനോ നാഥാനിൻ ഹൃദയോരങ്ങൾ നിന്നോദ്ധാരമതെ തോരി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾ എന്നും. പാവികളും തെറ്റുകാരുമാവുന്ന നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാര സംഭവത്തെ അനുസ്മരിക്കുകയും മഹനീയമായ പുനരാഗമനത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. നിന്റെ മധ്യസ്ഥതയിൽ നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പറയ്ക്കുമോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധർവ സ്വർഗമാകുന്ന മേലുള്ളവരുടെ പ്രതാപത്തോടിറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന മേൽ വരുന്ന ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ത് ഭ്രമിക്കത്തകതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ. കർത്താവേനോടലോ തോന്നി ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഇറങ്ങി ആവശ്യിച്ചായി അപ്പത്തെ നമ്മുടെ കർത്താവ് ശിഹായുടെ തിരുശരീരമായി പൂർത്തീകരിക്കുന്നു. കലർപ്പിനെ നമ്മുടെ കർത്താവ് ശിഹായുടെ തിരുരക്തമായി പരിശുദ്ധ റൂഹ പൂർത്തീകരിക്കുന്നു. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ. അവിടെ പരിശുദ്ധന്മാർക്ക് നീ നൽകുന്ന പുതിയ ജീവിതത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണം. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ഇന്നും ഈ ആഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന അശ്വദ്യമാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവതാനിലപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബെസേലിയസിനു വേണ്ടിയും ആബോന്മാർ ഗ്രീഗോറിയസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകൻ ആബോന്മാർ അഥാനാസിനു വേണ്ടിയും ഈ വന്യ പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ അർത്ഥം നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരെ നീ പ്രബുദ്ധരാക്കണമേ. അവരുടെ ശുശ്രൂഷ വഴി ശുഭകാരങ്ങളും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവും
പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ടു. നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഇന്നായിരിക്കും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ചു ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യാവൃതി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബലഹീനരും പീഡിതരും ദുഃഖിതരും ദരിദ്രരും അഗതികളും പരദേശികളും നിരാശ്രയരും ബന്ധിതരും അടിമകളും വിധവുകളും അനാഥരുമായ എല്ലാവരെയും നീ സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബാരിക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുമുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിനക്ക് പ്രീതികരവും ശാന്തവും ആനന്ദപ്രദവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ നീതി നിർവഹണത്തിന് നീ പ്രാപ്തരാക്കുകയും ചെയ്യണം. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭയങ്ങൾക്ക് യോഗ്യതകളും വിസ്തീർണുള്ള മഹത്വമുള്ള അനുകരിക്കപ്പെട്ടുള്ളൂ നിത്യകനെയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയമ്മനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീഹന്മാരെയും ഏവങ്കുലസ്ഥന്മാരെയും സഹോദരന്മാരെയും മോദനന്മാരെയും ഭാഗ്യവാന നിജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മദാനായും ശമാശമാരി പ്രധാനിയും സഹോദരന്മാരുടെ മുമ്പിനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സേഫാനോസിനെയും സ്ത്രീഹന്മാരുടെ തോലന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നീതിപൂർവം ജീവിച്ച് അതിനെ പ്രീതിപ്പെടുത്തിയ വിശുദ്ധരുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ ശ്രദ്ധിച്ച് അവരോടൊരുമിച്ചുള്ള ജീവിതത്തിനോർ പ്രാപിക്കുന്നതായി ഓഹരിക്കും ഞങ്ങളെയും ഞങ്ങളുടെ നിദ്ര കൊണ്ടവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശ്ലൈഹിയും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ശുദ്ധിമാന്മാർ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ടേയും പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും ക്രിസ്തുനോപോലീസിനും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുന്നോദോസുകളെയും അവയിലുണ്ടായ നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും കിൽമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീലക്സിനോസും അന്തീമോസും യാവാനീസും വചനവായ ദൈവം ശരീരയായി തീർന്നു വന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുവരുന്ന മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രികേസ് മാർ സേവറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാമാർ യാക്കോബ് ബുർദാനായും
മാർ അബ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മോർ ഷമോൻ ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവനാസിയോസും ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റരഹിതവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മൂന്നക്യൂമെനിക്കൽ സുന്നതദോസുകൾ സ്ഥാപിതമായ ഓർത്തഡോക്സ് വിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും നീ കൃപയോടെ സ്ഥിരീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അറിവുകളെയും സകല ജഡങ്ങളെയും ഉടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ ദേവാലയത്തിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അറിവുകളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടതിനായി നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനം അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗതായി ചേർത്തുകൊള്ളാനായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ടെസ്റ്റ് പറയണം. ഞങ്ങളെ മരിച്ചുപോരെ അന്ധകാര സൈന്യങ്ങൾ പിടികൂടുവാനായി നീ അനുവദിക്കരുത്. ദുഷ്ടവിശ്വാസന്റെ ബന്ധനത്തിൽ നിന്നും അവൻ്റെ പീഡനങ്ങൾ മൂലമുള്ള അതിവേദനകളിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് നിന്റെ ഏകജാതനായ ഞങ്ങളുടെ രക്ഷകൻ നൽകുന്നതായ തേജസ്സാൽ പ്രശോഭിപ്പിക്കണമേ. അവനിൽ നിന്ന് കരുണയും പാപമോചനവും പ്രാപിക്കുവാനായി ഞങ്ങൾ ഞങ്ങളുടെ നിദ്ര കൊണ്ടുവരവനിൽ തന്നെ അഭയപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. നിന്റെ മഹാകരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി നീ നൽകുന്ന രക്ഷാനുഭവങ്ങൾക്ക് അർഹരാക്കണമേ. സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമങ്ങളുടെ കർത്താവേ മിശിഹായോടും പരിശുദ്ധ റൂഹായോടും ഒരുമിച്ച് കുർബാന വഴിയായി മഹത്വീകരിക്കുവാനിടയാണ്. തന്റെ തലമുറ സകലം മുഴുവനെ ലോകാലോകങ്ങളോട് സഞ്ചരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനം അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മുഖ്യാചാര്യാസനമേറി ഈടയനെഴും താലന്തുകളെ കർത്താവിൻ വിളിയുള്ളോർക്ക് ഭാഗിച്ചു കൊടുത്താൽ ഭംഗ്യ Oh
സഭയിൽ ചോടിയായി നിൽപ്പാനും ശുദ്ധ്യമേശിടാനും പ്രോത്സാഹിപ്പിച്ചാനവരെ നീതിലോട്ടം നീളവേറ്റി ശാന്ത്യകർത്തൃപദം ചേർന്ന തന്നെയോർക്കും ഞങ്ങൾ മഹിമയിടും തൃത്വാത്മകനാ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സർവശക്തനുമാകുന്ന പിതാവാം ദൈവമേ, ദൈവീക നൽവരങ്ങൾ സ്വീകരിക്കുന്നതിനായി ഇപ്പോൾ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്നുവല്ലോ. മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയുമാകുന്ന ഞങ്ങളുടെ നാഥ, നിന്റെ ഏകപുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന നിഷ്കളങ്ക മനസ്സോടും ശരീരാത്മവിടുപ്പോടും കാപട്യമില്ലാത്ത അധരങ്ങളോടും കൂടി ഞങ്ങൾ തിരുസന്നതയിൽ അണയ്ക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ രക്ഷപ്പെടണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനുമായ പിതാവാം ദൈവമേ, നിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് അർഹത നൽകിയിരിക്കുന്നതിനാൽ നിനക്ക് സ്തുതിയും. കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചിന്റെ വഞ്ചനയിൽ ദുഷ്ടമനുഷ്യരുടെ അക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശോകൂലസ്ബാൻ ലവൽമീൻ. നിങ്ങളെല്ലാവർക്കും സമാധാനം അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിനും ഭാഗം നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്നിലും ഞങ്ങൾ തല ഉനിക്കുന്നു. ദേവനും സർവാധിപതിയുമാകുന്ന കർത്താവെ, നീ വഹിച്ചിരിക്കുന്ന അധികാരദണ്ഡൻ കീഴിൽ സകല സൃഷ്ടികളും അടങ്ങി നിൽക്കുന്ന ഇപ്പോൾ തിരുമുമ്പാക ശിരസ് നമിച്ചു നിൽക്കുന്ന നിന്റെ ആരാധക വൃന്ദത്തിന്മേൽ നിന്റെ അനുഗ്രഹങ്ങൾ നീ പ്രവഹിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശോഭകൂലസ്ബാൻ ലവൽമീൻ. എല്ലാവർക്കും സമാധാനം അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതും ആവിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
തുറക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ കരുണായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിൽ ജീവനുള്ള വിശുദ്ധനായിരിക്കും ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ഏറിയതായ വീടാനുഭവം മൂലം അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും ക്രമീകരിച്ച് പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതലെന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ പരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മൊഴിയോറാകെ പേലയിലുവാദാരേ. സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യ ഹാലേലുയ്യ. നിൻ വലഭാഗേ രാജഭാമിനിയും അറിയാമിൻ സ്മരണ ദൈവപ്രസവിത്രീ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാകെ മേലയിലുവാദാരേ. കുരിശും നിൻ മാതൃജനത്തിൽ പ്രാർത്ഥനയും അഴികളയും നിൻ കോപത്തിൽ വഴികളയും വാഴ്ചേണം. പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ. വളരുമവൻ ലിബാനോൻ കരകൾ പോ വൃദ്ധതയിലമാട്ടു നടച്ചിടുമേ ഹാലേലൂയ്യ. വർദ്ധിക്കുമവൻ ദൃഷ്ടിയിൽ പുഷ്ടികളും വാർക്കുമോ. പോലും പ്രോൽ റുഹോക്കാദീശോ പോലും വാദാവിനോലം പോലിങ്ങും മർത്തോമസ്ലീഹ ഉദകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക. സ്തോത്രക്കാലോ സ്തുതിയിലായിസോ. സമയമിതല്ലോ മോർ ഗ്രിഗോറിയോ പതിവിൽ പാടിയതേ കൂട്ട തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴുതേ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേ. നാടുകളെ മോശെ പോൽ കൈവാ
നിന്നെ മൂടി ചൂടിയിടുന്ന രൂപവന്യൻ നിൻ പ്രാർത്ഥന കൃപയെ ചേർത്തി ഞങ്ങൾ എന്നും മുറിയോടാകെ മേലുവാനായി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും നമ്മുടെ ദേവാലയത്തിൽ താമസിച്ച് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും തൻ്റെ അന്ത്യ വിശ്രമത്തിനുള്ള സ്ഥലമായി ഇതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്ത നമ്മുടെ പിതാവായ മാർ ഇവാനിയോസിൻ്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്, ഓർമ്മ ദിവസം കൊണ്ടാടുകയാണ്. ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടുള്ള സ്നേഹവും ഭക്തിയും എല്ലാം വളരെ വലുതാണ്. ഇടവക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും ജീവിതവും, അദ്ദേഹത്തിൻ്റെ നിത്യമായ ഭൗതിക ശരീരത്തിൻ്റെ സാന്നിധ്യവുമെല്ലാം. ആ ബന്ധവും കൂട്ടായ്മയും ഈ ഇടവകയെ ഏകമാക്കുന്ന ഘടകവുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇടവകയ്ക്ക് അനുഗ്രഹത്തിനായി യശസ്സിനായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2 നൂറ്റാണ്ടുകൾക്കപ്പുറം മലങ്കര സഭയുടെ ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ ദീർഘകാലം ഈ നാട്ടിൽ ജീവിക്കുകയും അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത പിതാവാണ്. ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വലിയ വിലയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നൽകേണ്ടത്. കാരണം ദീർഘകാലം ഇവിടെ വസിച്ചു എന്ന് മാത്രമല്ല, അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം സംവേദനത്തോടെ, വളരെയധികം സെൻസിറ്റിവിറ്റിയോടുകൂടി അദ്ദേഹം ഇവിടെ ശുശ്രൂഷ ചെയ്തു എന്നതാണ്. പുറനാടുകളിൽ നിന്ന് വരുന്ന പിതാക്കന്മാർ പലപ്പോഴും ഈ സഭയെ മനസ്സിലാക്കുവാനോ ഇതിൻ്റെ പ്രശ്നങ്ങൾ അവധാനപൂർവ്വം തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ ശുശ്രൂഷ നിർവഹിക്കുവാനോ ഒരു പരിധിവരെ വിജയിച്ചില്ലെങ്കിൽ ഇതിനൊരു അപവാദമായിരുന്നു മാർ ഇവാനിയോസ്. അദ്ദേഹം ഇവിടെ താമസിച്ച ശുശ്രൂഷ ചെയ്ത കാലത്തൊന്നും ഇവിടെ ഒരു ഭിന്നതയ്ക്കോ തർക്കത്തിനോ ഇടയാകാതെ സഭയുടെ അടിസ്ഥാന താല്പര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതിൽ ജാഗ്രത പുലർത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിന് ശേഷം വീണ്ടും ഓർത്തഡോക്സ് വിശ്വാസം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ വിശ്വാസപരമായും ആരാധനപരമായുള്ള അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അവ വീണ്ടും നടപ്പിലാക്കുവാൻ ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് ഈ സഭയുടെ അടിസ്ഥാന വേദശാസ്ത്രവും ആരാധനപരമായ പാരമ്പര്യങ്ങളുമെല്ലാം ആശയതലത്തിൽ തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഒരു പരിവർത്തനത്തിന് അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ആശയതലത്തിൽ വേദശാസ്ത്ര തലത്തിലുമുള്ള വ്യത്യാസങ്ങൾ, ആശയങ്ങൾ വളരെ വ്യക്തമാക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് പ്രായോഗിക തലത്തിൽ അവ ഭിന്നതയില്ലാതെ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ക്രാന്തദർശിയായ പിതാവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദീർഘകാലത്തെ ഇവിടുത്തെ താമസത്തിനിടയിൽ ഒരു ഭിന്നതയ്ക്കോ പ്രശ്നങ്ങൾക്കോ ഇടവരാതെ വിശ്വാസാനുഭവത്തിൽ തന്നിൽ അർപ്പിതമായ ജനസമൂഹത്തെ കൊണ്ടുപോകുന്നതിന്, അവരോട് കൂട്ടിച്ചേർത്ത് നയിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. 1-2 മർത്തോമാരുടെ ദീർഘകാലത്തെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ അദ്ദേഹവും അവരോടൊപ്പം ഇവിടെ താമസിച്ച് ഈ സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേദശാസ്ത്രപരവും ആചാരപരവും അനുഷ്ഠാനപരവും അതുപോലെ തന്നെ ആശയതലത്തിലുള്ള എല്ലാ യോജിപ്പിനും വളർച്ചയ്ക്കും എല്ലാം അദ്ദേഹം ശ്രമിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള വലിയ
ആദരവിൻ്റെയും ഭക്തിയുടെയും കാരണം എന്നത് അതൊരിക്കലും നമുക്ക് മറക്കുവാനും സാധിക്കാത്ത ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും ഈ വിദേശ സഭാമേലധ്യക്ഷന്മാരുമായ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തർക്കങ്ങളും എല്ലാം ഉള്ളപ്പോഴും ചില പിതാക്കന്മാർ സ്വന്തം സഭയെപ്പോലെ തന്നെ ഇവിടെ വരികയും ഈ സഭയെ ശുശ്രൂഷിക്കുകയും ചെയ്തത് അവരുടെ ജീവിതകാലം തങ്ങളുടെ ജീവിത ചുറ്റുപാടിന് വ്യത്യസ്തമായൊരു സാഹചര്യങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് സഭയ്ക്ക് നന്മ ചെയ്യുവാൻ ശ്രമിച്ചെങ്കിൽ അവരെ നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഈ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്ത ആ പിതാവിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ഓർക്കുന്നത്. വ്യക്തിപരമായി അദ്ദേഹം എത്രമാത്രം ഈ സഭയെ സ്നേഹിച്ചിരുന്നു എന്നത് ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ആ പിതാവിനോടുള്ള പ്രത്യേകമായ സ്നേഹം ഇടവകയ്ക്കും മലങ്കര സഭയ്ക്കും ഉണ്ട് എന്നത് ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ തൻ്റെ ശുശ്രൂഷാ ജീവിതകാലത്ത് താൻ സ്നേഹിച്ച സഭയുമായിട്ടുള്ള ബന്ധം എപ്രകാരമായിരുന്നുവെന്ന് ഇന്ന് വായിച്ചു കേട്ട പുതിയ നിയമ വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അവൻ്റെ റോമിലേക്ക് പോകുന്നതായ സമയത്ത് താൻ സ്നേഹിച്ച സഭാംഗങ്ങളുമായി വേർപിരിയുന്ന അല്ലെങ്കിൽ വിട പറയുന്നതായ സാഹചര്യമാണ്. അവർ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ചുറ്റുപാടുമായി വന്നുകൂടി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അവരേറെ ദുഃഖിച്ചു. പോകുമ്പോൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴുത്തിൽ ചുംബിച്ച് കരഞ്ഞു പിരിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു യഥാർത്ഥത്തിൽ ഒരു സഭാമേലധ്യക്ഷനും ജനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളമായ ഒരു അനുഭവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സഭയോടുണ്ടായിരുന്നത്. തൻ്റെ സ്ഥാനമോ വലിപ്പമോ സൗകര്യങ്ങളോ അവഗണിച്ച് തൻ്റെ സഭയുടെ വളർച്ചയും താല്പര്യവും അതിന് നന്മയും വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളെ ഏറെ സ്നേഹിച്ചൊരു പിതാവായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ മാറിവരുന്ന സാഹചര്യങ്ങൾ സഭാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പിതാക്കന്മാർക്ക് വലിയ മാർഗദർശനം മാതൃകയും മാത്രമല്ല, നേരെ മറിച്ച് ഒരു വെല്ലുവിളിയും കൂടി ഉയർത്തുന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം സൗകര്യങ്ങൾക്ക് അതീതമായി തൻ്റെ സഭയെ താൻ ശുശ്രൂഷിക്കുന്ന ജനത്തെ സ്നേഹിക്കുവാൻ പ്രേരണ നൽകുന്ന ശക്തമായ ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ പിതാവ് ഉയർത്തുന്നത്. ഈ ബന്ധം, ഈ ഒരു പാരസ്പര്യ ബന്ധം, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു സാഹചര്യത്തിൽ അന്യോന്യം സംശയത്തോടുകൂടി സമീപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റൊരു സാധ്യതയെപ്പറ്റി പുതിയ തലമുറയ്ക്ക് മാതൃക നൽകുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സ്വന്തം ജീവിതം നിഷേധിച്ച് കർത്താവ് പറയുന്ന പോലെ കുരിശെടുത്ത് കർത്താവിനെ പിൻചെന്ന പിതാവിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ അതുകൊണ്ട് തന്നെ മാതൃകയും വെല്ലുവിളിയും മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായൊരു അനുഭവമായി തീരട്ടെ. ഈ ദേവാലയം യഥാർത്ഥത്തിൽ മർത്തോമാ പൈതൃകത്വത്തിൽ ഇന്നും നിലനിൽക്കുന്ന രണ്ട് സഭാംഗങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നൊരു സാഹചര്യമാണ്. അതൊരു അനുഗ്രഹകരമായൊരു അനുഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദീർഘകാലത്തെ ഒരു പൊതുപാരമ്പര്യവും ചരിത്രവും ഈ രണ്ട് സഭകൾക്കും ഉണ്ട്. അത് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ പൊതുവായി നടക്കുന്ന ഈ ദേവാലയങ്ങൾ. ഇത് ഭിന്നിച്ച ഒരു സഭയ്ക്ക് ഭാവിയിൽ ഐക്യത്തെപ്പറ്റിയുള്ള ചിന്തയും ബോധ്യവും നൽകുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഭിന്നതകളെ അതിജീവിക്കുന്ന, ഭിന്നതകൾക്ക് അതീതമായി വിശ്വാസ സമൂഹത്തെ ഏകമാക്കുന്ന ഒരു ദേവാലയമാണ്. അതെന്നും ഈ ദേവാലയത്തിലെ അംഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. തീർച്ചയായിട്ടും തുടർന്നുള്ള ജീവിതത്തിൽ ഈ ബന്ധം നിലനിൽക്കുന്ന ഒരു അനുഭവമായി തീരണം എന്നത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഭിന്നിപ്പിക്കുക എളുപ്പമാണ്, കൂട്ടിച്ചേർക്കുക, ഐക്യത്തിലേക്ക് വരിക എന്നും പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ദീർഘകാലത്തെ ചരിത്രം, ആ പാരമ്പര്യം, ആ ചരിത്രത്തിൻ്റെ പിൻഭാഗമെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഇന്നും ഐക്യത്തിൻ്റെ
ഒരു പ്രതീകമെന്ന പോലെ നിലനിൽക്കുന്നതായി ഈ ദേവാലയവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അനുഗ്രഹകരമായ ആ ഒരു ബന്ധം ഭാവിയിൽ കൂടുതലായ ബന്ധത്തിലേക്ക് സഭകളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഇതുപോലെയുള്ള നമ്മുടെ ദേവാലയങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ വരുവാൻ വിശുദ്ധമായ ഈ ഓർമ്മ പെരുന്നാൾ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ സാന്ദർഭികമായി ഇവിടെ വന്ന ഒരു സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പെരുന്നാളിന് വരണം എന്ന് ആഗ്രഹിക്കുകയും പറഞ്ഞ് കുറിപ്പിക്കുകയെല്ലാം ചെയ്തു. ഇന്നലത്തെ പ്രാസയ്ക്ക് ശേഷമുള്ള ശുശ്രൂഷയിൽ ഇന്ന് ഈ വിശുദ്ധ ആരാധന വന്ന് ചേരുവാൻ നിങ്ങളോടൊപ്പം ഈ പുണ്യവാനായ പിതാവിൻ്റെ ഓർമ്മ നിർവഹിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ പെരുന്നാളിൻ്റെ എല്ലാ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളാണ്. പ്രാർത്ഥനയും പ്രത്യേക പ്രാർത്ഥനയും ആരാധനയുടെ ഉള്ളിൽ തന്നെ ഈ സമയത്ത് നടക്കുകയാണ്. നിന്നഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിനെയോർത്ത് പുത്രന്മാർത്തിടുമെങ്കിൽ ഞാനുപദേശിച്ചിടുമേ, സാക്ഷിയെയും വാറയ്ക്കുമോ പ്രോവൽ റുഹോക്കാദേശോ മെൻമൂലം വാനാവിൽമൂലം ഉൽമീരമേയോട് ശുദ്ധ്യാഭസ്കുദേശുള്ള പാദങ്ങൾ പുക്കുദ്യാരദ്വാരങ്ങൾ വാനവലൊത്തു വസിക്കേണം. എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് കരുണയും സഹായവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പുകഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാത്ത ആദരവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതനും താലന്തങ്ങൾ ഉപയോഗിച്ചു കൊടുക്കുന്നവനും കുപ്പക്കുഴിയിൽ നിന്ന് മഹനീയമായ പദവികളിലേക്ക് ഉയർത്തിയും ദൈവീക നൽവരങ്ങളുടെ ശ്രീഭണ്ഡാരങ്ങൾ അധികാരം നൽകുന്നതിന് കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവായമാർ ഈ വാനിയോസിൻ്റെ അനുസ്മരണ ശുശ്രൂഷ നിർവഹിക്കുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ സ്തുതിയും ബഹുമാനം ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സുദുഹായ കർത്താവേശമിശികാവിടെപ്പോഴും വിശുദ്ധിയോടും കൂടെ തിരുസന്നതിയിൽ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠാചാര്യന്മാരോട് നിർമ്മലരായ ആശന്മാശന്മാരോട് ഒരുമിച്ച് ഞങ്ങളുടെ പിതാവായ മാറിയുവാനിയോസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ നിന്റെ സന്നദ്ധിയിൽ പരമാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്യുകയും നിന്റെ ജനത്തെ വഴി നടത്തി അവർക്ക് വേണ്ടി ജാഗരിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തുവല്ലോ. ശ്രേഷ്ഠമായ നടപടികളും നീതിപൂർവമായ ജീവിതം കൊണ്ട് നിന്നെ പ്രസാദിപ്പിച്ചു. തിരഹിത പ്രകാരം നിന്റെ സഭയിലെ വൻകേരിയോനടുത്ത പ്രകാരം കാര്യവിചാരക ശുശ്രൂഷ നിർവഹിച്ചു. എങ്കിലും മാനുഷികമായ ബലഹീനത മൂലം അവനിൽ നിന്ന് വന്നു പോയിട്ടുള്ള സകല കുറവുകളും നീ ദയാപൂർവ്വം ക്ഷമിക്കണമേ. അവനെ ന്യായവിധിക്ക് നീ തുനിയരുതേ. നിന്റെ വിശുദ്ധ മദ്ബഹായുടെ കട്ടിളപ്പടകൾ ചവിട്ടിയതായ അവന്റെ പാദങ്ങളെ അഗ്നിക്കനലിൽ ചവിട്ടുവാൻ അനുവദിക്കരുതേ. നിനക്ക് സ്തുതിഗാനങ്ങൾ പാടിയതായ വായും നാവും ബന്ധിക്കപ്പെട്ടു മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയതായ കണ്ണുകൾ അന്ധകാരപ്പെടുവാൻ സമ്മതിക്കരുതേ. വന്യവും ജീവദായകവുമായ രഹസ്യങ്ങളെ ആഘോഷിച്ചതായ കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുവാനിടയാക്കരുതേ. കർത്താവേ, ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളും അവനും ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾ പുറത്ത് നീ നൽകുന്ന രക്ഷയ്ക്ക് ഞങ്ങളെയും അവനെ യോഗ്യരാക്കി തീർക്കണമേ. വിവേകികളായ ഗ്രഹവിചാരകർക്കുള്ള ഉത്തമമായ ഉന്നതമായ പദവിക്ക് അവനെ നീ അർഹനാക്കണമേ. വിശ്വസ്തനും അധ്വാനശീലനുമായ ദാസ, അവർണ്യമായ സന്തോഷ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുക എന്ന ആനന്ദകരമായ വിളി കേൾക്കുവാൻ നീ അവനിടയാക്കണമേ. നീ ഉത്തമനും നൽവരങ്ങൾ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിയുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
وبكل أسبان والمين آمين. نالوه نكملوا صيوده بسبكون الضوء بطرايكون الملو أولم والمين آمين. ما مطبخاي الكارترو സ്നേഹാൽ ചോരം വൈദികരെ പിഞ്ചെല്ലും ഈറന്മാർ ദേവാകാരെ ബാറയ്ക്കുമോ ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്ന ഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ കേണമേ മുറിയോറാകെ പ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നാളുകളോ ഹാലേലൂയ്യ വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവാസരമതുണർത്തണമേ കബറീന്നു ധ്യാനത്തിനായി സൗമൻ കാലസുരിയലായി വിരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീങ്ങി അവരവരിലോടെഴുന്നേറ്റു ഉയരേറുന്നു പാറയ്ക്കുമോ എന്റെ ശരീരം ഭാഷി തന്റെ കമ്പാനം ചെയ്തോ പാതാളത്തിൽ പോകാനാവിടാൻ ഞാൻ എത്തുമായി ജീവിപ്പാൻ അങ്ങത്തേട്ടു മരിച്ചതു ഞാൻ എന്നും കേട്ട തന്നരുളിഞ്ഞു മഹത്വം അരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയത് ദേവാനും നൃത്വത്തെ കൊണ്ടാടി മഴി ചോരം കൈക്കൊണ്ടിടേണം. ഓർക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരക്തങ്ങളാവുന്ന തീക്കട്ടകൾ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നുവന്നേക്കുള്ള നിത്യജീവനുമായി വിശ്വാസികളായ തൻ്റെ ദാസ്യാസന്മാർക്ക് നൽകപ്പെടുന്നു. അഗ്നിമയന്മാരെ നോക്കി വിറച്ചിടുന്നു അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലോടുത്തോ നോക്കുകിലെരിയും നുടനെ അവനെ മൺമയ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം പുത്രരഹസ്യങ്ങളോ വിണ്ണവരിടയിൽ ഈശായാതാൻ കണ്ടിവ നമ്മോടും സാക്ഷിക്കുന്നു. ദൈവം ഭാഗിക്കുന്നു
ക്രൂബേന്മാരുടെ തേരതുപോലെ സ്ഥിരമി മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടിതിനെ ചുറ്റിക്കൊണ്ട് ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ കൈകളിലാതാം മശിഹാരാജാവാം നാഥൻ ദൈവത്തിൻ വ്യാപാരത്താൽ വിശ്വാസം കൊണ്ടാത്മാവിൽ പുണ്യം നേടേണം ഞങ്ങൾ ഹല്ലേലൂയ. മട്ടോസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ തനിക്ക് സ്തുതി. രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിലെ നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാപപരിഹാരദാസന്മാർക്കായി പാപപരിഹാരമിറങ്ങി വരുമാറാകട്ടെ. അദൃശ്യമായ വലതർക്കര നീട്ടിക്കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ വൃന്ദത്തിന്മേൽ നിന്റെ കൃപയാനുഗ്രഹങ്ങൾ നീ നൽകണമേ. രക്ഷകനുമാവുന്ന യേശുമിശിഹാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്തിടണമേ നാഥാ, കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. പാപപരിഹാരപ്രദമായ നിന്റെ തിരുശരീരം ഞങ്ങൾ ഭക്ഷിച്ചതും പുണ്യപ്പെടുത്തുന്നതായ അതിന്റെ രക്തം ഞങ്ങൾ പാനം ചെയ്ത് ഞങ്ങളുടെ കുറ്റത്തിനും ശിക്ഷാവിധിക്കുമായി ഭവിക്കരുത്. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്കും നിത്യതയ്ക്കുമായി തരണം. ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോടൽ ശരണം നീയേ, മൃതൻ ഉയർത്തും നീ തന്നെ. ദൈവമേ, നിന്റെ ഏകജാതന്റെ തിരുശരീരക്തങ്ങളാകുന്ന ദിവ്യദാനങ്ങൾ സ്വീകരിക്കുന്നതിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ അർഹരാക്കി തീർത്തതിനാൽ നന്ദിപൂർവ്വം ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം
വീണ്ടും കരുണയുള്ള കർത്താവിനും ഭാഗം നാം തലവുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ പിതാവിൻ്റെ തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നിബലിയായി അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഭക്ഷണമായും നിന്റെ തിരുരക്തം പാപപരിഹാരപ്രദമായ പാനീയമായി ഞങ്ങൾക്ക് നൽകുകയും നിന്റെ ദിവ്യ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരീപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നുള്ള വിശ്വാസം ഞങ്ങൾ ഉറപ്പിക്കണമേ. സുഹൃത്ത് നടപടികൾ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിദ്ര കൊണ്ടവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെ നിരന്തരമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബുക്കുലസ്ബാൻ ലവൽമേ. പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദന ആനോടുടയൻ ശ്രേഷ്ഠാചാര്യ സഭയെ സേവിച്ച ജപാലകനായി ഉലകം വിട്ടോൻ മോറിവാനിയോസ് ഓർക്കണമേ നിൻ വാനവ ബലിയിൽ. പുരോഹിതനിവിടുണ്ടായൊരു കുറവുകളെല്ലാം തുടരും നിന്നുടെ വലിയൻ കൃപയാൽ മാഞ്ഞിടണമേ. ആടുകളൊത്തി പാലകനന്ത്യം വാനവഗേഹേ പുണ്യഗണത്തിൽ തിരുസന്നധിയിൽ മോദിക്കണമേ. സഹോദരങ്ങളെ, പാപരിഹാരപ്രദമാകുന്ന കർത്താവിൻ്റെ യാഗപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നതായ സമയത്ത് സമാധാനത്തിൽ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളൊരു കർത്താവിൻ്റെ വിജയസ്ലൈവായ ആലക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റുഷ്മായാൽ മുദ്രയിടപ്പെട്ടവരെ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളെ മരിച്ചുപോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണ പ്രാപിക്കുമാറാകട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിൽ പോകുവിനെന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.